ഇത് നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Question: Anju, Manju, Renju are partners in a firm. Manju retired from the firm. On the date of retirement, 60,000 is due. Okay, 60,000 is due to to her. Means retire ചെയ്യുന്ന മഞ്ജുവിന് എന്ത് ചെയ്യുന്നുണ്ട്? 60,000 രൂപ കൊടുക്കാനുണ്ട്. Anju and Manju promises to repay the amount in 3 equal installments at the end of every year. Okay, prepare Manju's loan account if they agree to pay 3 equal installment together with the interest of 10%. അപ്പോൾ ഇതിൽ പറയുന്നത് അഞ്ജു, മഞ്ജു, രഞ്ജു. ഇതിൽ എന്ത് ചെയ്യാണ്? മഞ്ജു എന്ന് പറയുന്ന പാർട്ണർ, ഓക്കെ, മഞ്ജു എന്ന് പറയുന്ന പാർട്ണർ റിട്ടയർ ചെയ്ത് പോവാണ്. മഞ്ജുവിന് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട്? എത്ര കൊടുക്കാനുണ്ട്? 60,000 കൊടുക്കാനുണ്ട്. അപ്പം ഈ രണ്ടുപേരും ചേർന്ന് അത് അഗ്രി ചെയ്തിട്ടുണ്ട്. എങ്ങനെ കൊടുക്കാം? ഈ 60,000 3 വർഷം കൊണ്ട് കൊടുക്കാം. അപ്പൊ ഒരു വർഷത്ത് കൊടുക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും? 20,000 ആയിരിക്കും ഒരു വർഷത്ത് കൊടുക്കുന്ന എമൗണ്ട്, അല്ലെ? അപ്പൊ 20,000 പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കും, പ്ലസ് ഇൻട്രസ്റ്റും കൂടെ കൊടുക്കും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പം ഓരോ വർഷവും എത്ര ഇൻട്രസ്റ്റ് വരും? 10% വരുന്നതെങ്കിൽ 10% ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് റീപേ ചെയ്യും. ഓക്കെ, അപ്പൊ ലോൺ അക്കൗണ്ട് വരയ്ക്കുന്ന എങ്ങനെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ലോൺ അക്കൗണ്ട് വരയ്ക്കാം. ലോൺ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ലെഡ്ജർ വരയ്ക്കുന്നത് പോലെ തന്നെ വരയ്ക്കുക. ഏതാ കോളങ്ങൾ വേണം? യെസ്, ഡേറ്റ് കോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഡേറ്റ് കോളം വേണം, പർട്ടിക്കുലേഴ്സ് കോളം വേണം, എമൗണ്ട് കോളം വേണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, ഇത്രയും കോളം നിർബന്ധമായിട്ടും ആവശ്യമാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഡേറ്റിന് കൃത്യമായിട്ട് റോൾ ഉണ്ട്. നമ്മൾ ആ ഫോർമാറ്റ് ആണ് ഇപ്പം വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാണ്. ഇല്ല, ഇതിൽ ഇത്രയും മതി, ഇത്രയും കോളം മതി. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റിട്ടയർ ചെയ്യുന്ന ആളുടെ ലോൺ അക്കൗണ്ട് ആണ്. അപ്പൊ ലോൺ അക്കൗണ്ട് എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തു, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ലോണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, ലോൺ ക്യാപിറ്റൽ ലോൺ ആക്കി മാറ്റുന്നതാണ്, അല്ലേ? അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ശരിക്കും വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ അക്കൗണ്ട് എന്ന് എഴുതാം. ഇതാണ് റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ലോൺ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ബൈ ക്യാപിറ്റൽ, അല്ലെ? റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ ഇതിൽ ആദ്യമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ബൈ. ഡേറ്റ് വരുന്നത് നമുക്ക് ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്താലേ. ഓക്കെ, ഡേറ്റ് വരുന്നത് അഞ്ജു മഞ്ജു ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. ഓക്കെ, നമുക്കിതിൽ ഇയർ കൃത്യമായിട്ട് പറയുന്നില്ല, ഡേറ്റും ഇയറും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓപ്പണിംഗ് എന്നുള്ള ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് ജനുവരി അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ജനുവരി 1-നാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അപ്പം 1/1. ഓക്കെ, 1/1 നമ്മൾ ലോൺ ക്യാപിറ്റലിനെ ലോണിലേക്ക് മാറ്റിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ബൈ ക്യാപിറ്റൽ എഴുതി. ഓക്കെ, എമൗണ്ട് ഉള്ളത് 60,000 രൂപയാണ് ഇയാൾക്ക് കൊടുക്കാനുള്ളത്. എത്ര കൊടുക്കാനുള്ളത്? 60,000 രൂപയാണ്. ഇത് 3 വർഷം കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞു, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വർഷം അവസാനം എന്ന് പറഞ്ഞാൽ 31 ഡിസംബറിന് ഇവർക്ക് എന്ത് ഡ്യോ? ഇൻട്രസ്റ്റ് ഡ്യോ, ശരിയല്ലേ? അപ്പൊ ഞാൻ 31 ഡിസംബറിന് ഇൻട്രസ്റ്റും കൂടെ കാണിക്കണം. കാരണം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി എന്താണെന്നാൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ അക്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റും കൂടെ ബൈ ഇൻട്രസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇൻട്രസ്റ്റ് പറഞ്ഞത് 10%. അപ്പം 60,000-ന്റെ 10% എന്ന് എത്ര ഉണ്ടാവും? 6,000 രൂപ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 6,000 രൂപ എഴുതി. ഓക്കെ, നമ്മളെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് എഴുതി. ഇതേ ഡേറ്റിൽ നമ്മൾ എന്തടയ്ക്കും? ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും, അല്ലെ? 31 ഡിസംബർ നമ്മൾ എന്തടയ്ക്കും? ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും. അപ്പൊ ജേണൽ എൻട്രി ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ് എഴുതേണ്ടത്, ടു ബാങ്ക്. അപ്പം എത്ര ഇൻസ്റ്റാൾമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 60,000 രൂപ 3 വർഷം കൊണ്ട് അടയ്ക്കുന്ന പറഞ്ഞു. അപ്പൊ എത്ര ഉണ്ടാവും? ഒരടവ് 20,000 ഉണ്ടാവും, പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് എത്രയാ? 6,000. അപ്പൊ ഇവിടെ ഞാൻ 26,000 എന്ന് എഴുതി. എങ്ങനെ 26,000 കിട്ടിയത്? 20ഉം 6ഉം ആണ്, അല്ലെ? അപ്പം ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ നേരെ എന്ത് ചെയ്യാണ്? ഇത് ബാലൻസ് ചെയ്യാണ്. ടോട്ടൽ ചെയ്തു 66,000 രൂപ
സെയിം ടോട്ടൽ 66,000 ഇവിടെ എടുത്തിട്ടു. അതിൽ നിന്ന് 26 കുറച്ചാൽ 40,000 ബാലൻസ് കിട്ടും അല്ലെ. ഇതിന് നേരെ ഞാൻ എന്ത് ചെയ്തു, ബാലൻസ് ക്യാരി ഡൗൺ. ഡേറ്റ് ഏതാ? 31 ഡിസംബർ തന്നെയാണ്. ആ വർഷം ഏതാണ് വർഷം, ആ വർഷത്തെ 31 ഡിസംബറിൽ ഞാൻ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വർഷത്തേക്ക് പോവുകയാണ്. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം, അതായത് 1/1 അല്ലെ. ഇതിപ്പോ 2019 ആണ്, ഇത് 20 ആയിരിക്കും അല്ലെ. ഈ ബാലൻസ് എടുത്ത് ഇതിലേക്ക് എഴുതും അല്ലെ. ബാലൻസ് ബ്രോ ഡൗൺ എത്രയാ? 40,000 അല്ലെ. 40,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ 40,000 കൊടുക്കാനുണ്ടെങ്കിൽ ഈ വർഷം അവസാനം, അതായത് 31 ഡിസംബർ ആകുമ്പോൾ ഇതിന്റെ മുകളിൽ എന്ത് ഡ്യൂ? ഇൻട്രസ്റ്റ് ഡ്യൂ അല്ലെ. ഇൻട്രസ്റ്റ് ഡ്യൂ. അപ്പം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ. നമ്മൾ വിചാരിക്കും 6,000 തന്നെയാണ് ഇൻട്രസ്റ്റ്. അല്ല, ഈ 40,000ത്തിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 40,000 അല്ലേ കൊടുക്കാനുള്ളത്, ഇൻറ്റു 10% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 4,000 രൂപ അല്ലെ. അപ്പൊ 4,000 രൂപ എന്തായിട്ടുണ്ട്? ഡ്യൂ ആയിട്ടുണ്ട്. റെഡി? അപ്പൊ രണ്ടാമത്തെ വർഷം നമ്മൾ പേയ്മെന്റ് നടത്തൂലേ, സെയിം ഡേറ്റിൽ 31 ഡിസംബറിൽ നമ്മൾ പേയ്മെന്റ് നടത്തൂലേ. 20,000 ഇൻട്രസ്റ്റ് എത്രയുണ്ട്? 4,000. ഇൻസ്റ്റാൾമെന്റ് നമ്മൾ എത്ര അടയ്ക്കല്? 20,000 അല്ലെ. അതുകൊണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20ഉം 4,000 24,000 രൂപ നമ്മൾ അടച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം. ഓക്കെ, 44,000 അല്ലെ. 44,000 ദെൻ 44,000 24,000 പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 20,000 ഉണ്ടാവും അല്ലെ. ഇതെന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ അല്ലെ. സെയിം ഡേറ്റിലാണ്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ഇയറിലേക്ക് എത്തി. ഇതിനെ ബ്രോ ഡൗൺ ചെയ്യണ്ടേ? 1/1 ഞാൻ ബ്രോ ഡൗൺ ചെയ്യണ്ടേ? ബാലൻസ് ബ്രോ ഡൗൺ എത്രയാ? 20,000. ദെൻ ആ വർഷാവസാനം ഇൻട്രസ്റ്റ് ഡ്യൂ അല്ലേ, 31 ഡിസംബറിന് ഇൻട്രസ്റ്റ് ഡ്യൂ അല്ലേ. എത്രയുടെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുക? 60,000ത്തിന്റെ മുകളിലാണോ 40,000ത്തിന്റെ മുകളിലാണോ? അല്ലെ ഇപ്പം കൊടുക്കാനുള്ള 20,000ത്തിന്റെ മുകളിലോ? ഇപ്പൊ കൊടുക്കാനുള്ള 20,000ത്തിന്റെ മുകളിൽ. എത്ര ശതമാനം? 10%. എത്ര ഉണ്ടാവും? 2,000. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 31 ഡിസംബറിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യില്ലേ. പേയ്മെന്റ് ചെയ്യുന്ന എത്രയായിരിക്കും? 20,000വും പ്ലസ് നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും എത്രയാ? 22,000. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 22,000 എഴുതി. ഓക്കെ, ഇനി ഞാൻ ബാലൻസ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇവിടെ കൊടുക്കാനുള്ള എത്രയാണ്? 22,000 ആണ്. ബാലൻസ് ഇട്ടു 22,000. ബാലൻസിന് 22,000 ഞാൻ എത്ര അടച്ചിട്ടുണ്ട്? 22,000 അടച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടയ്ക്കാനുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ ലോൺ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മുടെ പബ്ലിക് എക്സാമിന് ഉണ്ടാവും. ഓക്കെ.